ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. മുൻശുണ്ടിക്കാരന് ശുണ്ടിത ഇളകിക്കട നാടുന്ന്. പക്ഷേ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറഞ്ഞ തീവ്രതയാണ്. അതങ്ങനെയല്ലേ വരൂ, അങ്ങനെയല്ലേ സംഭവിക്കൂ. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. അപ്പൊ സംഭവം വേറൊന്നുമല്ല, ഏതോ ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയതാ. ഇപ്പൊ പാലമാണല്ലോ ട്രെൻഡ്. മരുമോൻ ഒരു വഴിക്ക്, മാമൻ വേറൊരു വഴിക്ക്. അവിടെ ചെന്നപ്പോ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകളൊക്കെ കുറവ്, അത്രത്തോളം കാണുന്നില്ല. മറ്റത് തലങ്ങും വിലങ്ങും നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ പിടിക്കുന്നതല്ലേ. മറ്റവർക്ക് ഇങ്ങനെ പറയാ അത് ക്യാമറയും തൂക്കിക്കൊണ്ട് നടന്ന് മതിയായി എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ തമ്പുരാൻ ഇതുവരെ അത് മനസ്സിലായില്ല. അത് മാത്രമല്ല, കാലത്തിൻ്റെ ഒരു കാവ്യനീതിയെക്കുറിച്ചാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. കടക്ക് പുറത്ത് മാധ്യമ സിൻഡിക്കേറ്റ്, മാധ്യമങ്ങളുടെ വേട്ടയാടൽ എല്ലാം കഴിഞ്ഞ് ഇപ്പം നിന്ന് മോങ്ങുകയാണ്. അയ്യോ വന്നില്ല, എന്നെ മാത്രം ആരും ക്യാമറയെ പിടിച്ചില്ല. കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. രണ്ടാമത്തെ പരിപാടിയാണിത്. ക്യാമറകളുണ്ട്, പക്ഷേ മാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. അങ്ങനെ ഇപ്പതാ പുച്ഛിച്ച ആ ഓൺലൈൻ ചാനലുകളുടെ ക്യാമറകളെങ്കിലും ഉണ്ട്. ഇലക്ഷൻ കഴിയുമ്പോൾ അവരും കാണൂല്ല. ഇനി മുന്നോട്ട് ഈ ആരും ഇല്ലായ്മ ശീലമാക്കേണ്ടതല്ലേ. ഒരു ട്രയലായിട്ട് കണ്ടാൽ മതി. ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടങ്ങുന്നേ, വികസനം ലൈവായിട്ട് കണ്ട് നേരിൽ കണ്ടേ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് തന്നെ ജനങ്ങൾ മടുത്ത് അവർക്ക് വിരസത തുടങ്ങി. ഇനി ക്യാമറയിൽ കൂടെ നമ്മുടെ വികസനം കാണിച്ച് അവരെ കൂടുതൽ വിരസതയുള്ളവരാക്കണ്ട എന്നും കൂടെ മാധ്യമങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇനി എനിക്ക് വയ്യെന്ന് പറഞ്ഞ് മൈക്ക് പണ്ടേ പിണങ്ങി. ഇപ്പതാ ക്യാമറയും വെറുത്ത്. അപ്പോൾ ഇനി കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ജനങ്ങൾക്ക് നമ്മളെ വേണ്ടാന്നർത്ഥം. ഇതൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്നില്ലേ? കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണിത്. പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ സ്വപ്നമായിരുന്ന പാലമായിരിക്കും ഉദ്ഘാടിക്കാൻ എത്തിയത്. പക്ഷെ അവിടെയും എന്നെ ക്യാമറയെ പിടിച്ച് കാണിച്ചില്ലേ എന്നും പറഞ്ഞ് കരയുന്ന ഒരു മുഖ്യൻ്റെ ഗതികേട്, അതൊരു ഗതികേട് തന്നെ. ഇതുപോലൊരു പാലം, വലിയ പാലം ഉദ്ഘാടനം ചെയ്യാൻ അമ്പൂരി പോയപ്പം അവിടെ കാണിച്ച നെറുകേടിനെ കുറിച്ച് കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കായിരുന്നു. കാണുന്നവരോടെല്ലാം, നാട്ടിലെ വോട്ടർമാരാ, അടുത്ത് ചെല്ലുന്നവരോടെല്ലാം മാറി നിൽക്കങ്ങോട്ട്, അങ്ങോട്ട് മാറ്, കടക്ക് പുറത്ത് പോ, അങ്ങോട്ട്, ഇതൊക്കെയാ പറയുന്നത്. എന്നിട്ട് ആരും ഇല്ലാതെ വരുമ്പോൾ എനിക്ക് മാത്രം ആരുമില്ല എന്ന് പറഞ്ഞ് മോങ്ങിയാൽ മതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവരുടെ ഒന്നും പിന്തുണ നമുക്ക് ആവശ്യമില്ല. കുന്നേ നമ്മുടെ റിയാസിക്ക പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ഒരുത്തന്നെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല, എന്നെ തള്ളാൻ ഞാൻ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് പേഴ്സണലായിട്ടൊരു ക്യാമറാമാനെയും വെച്ച് ഒരു ക്യാമറയും കൊണ്ട് നാട് നീളെ നടന്ന് ആ ഫ്ലെക്സുകളുടെ എല്ലാം മുന്നിൽ നിന്ന് അങ്ങേര് കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങളൊക്കെ കാണാൻ സമയം കിട്ടിയില്ലേ സഖാവിന്? അതുപോലെ അങ്ങോട്ട് തുടങ്ങ്. വേണമെങ്കിൽ അതിനുള്ള ട്രെയിനിങ് മരുമോൻ തരും. രണ്ടുപേരും കൂടെ ആർമാദിക്ക്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് മടിയാണെന്നാണ് പറയുന്നത്. നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ ജനങ്ങളിലോട്ട് എത്തിച്ചാൽ മാധ്യമം വേട്ടയാടുമെന്നും പറയും. അതായത് പ്രത്യേക സമയങ്ങളിൽ മാത്രം മുഖ്യധാര മാധ്യമങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകൾ തുറക്കുകയും അല്ലാത്ത സമയങ്ങളിൽ അടച്ചു വെക്കുകയും ചെയ്യണം എന്നാണ് മുഖ്യദാസൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പാലങ്ങളിൽ റിബൺ കെട്ടി മുറിക്കുമ്പോഴും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിൽ ചെന്ന് ക്യാമറയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അവരെ കോരിത്തരിപ്പിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും പൈസ കൊടുത്ത ആളുകളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി പല സമയങ്ങളിലും പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ മാറ്റി പറയിക്കുകയും ഒക്കെ ചെയ്യും. ഇതിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ മാത്രം ക്യാമറയിൽ പകർത്തി മറ്റുള്ളവരിലേക്ക്, മനുഷ്യരിലേക്ക്, കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം എന്നാണ് മുഖ്യദാസിൻ്റെ പക്ഷം. വന്ന് ലൈവ് പ്രസംഗങ്ങൾ കേൾക്കാൻ ജനപങ്കാളിത്തം തീരെ ഇല്ലാതായി, ആളുകളൊന്നും വരാതായി. പൈസ കൊടുത്താൽ പോലും നിങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള മനുഷ്യർക്ക് പോലും കേട്ടിരിക്കാൻ കഴിയാത്ത അത്ര കാഠിന്യം, തീവ്രത തള്ളുകൾക്ക് കൂടി. മറ്റേ ക്യാമറയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ക്യാമറയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ വന്ന് മൈക്ക് പണി മുടക്കുന്നത് പോലെ ക്യാമറയും അങ്ങ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങനെ ഓഫായി പോവുകയാണെന്നാണ് പറയുന്നത്. അവർക്കും ചിലവല്ലേ ഇതൊക്കെ. അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇവിടെ ആരും വന്നില്ല, ആരെയും കണ്ടില്ല, എല്ലാവർക്കും മറ്റത് മതി, ആർക്കും ഇത് വേണ്ട, അമ്മാതിരി കമൻ്റൊന്നും വേണ്ട. ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ ഉദ്ഘാടനം ചെയ്തിട്ടങ്ങ് പോയാൽ മതി. അതല്ലേ അതിൻ്റെ ഒരു ശരി. എനിക്ക് സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. അല്ല, ഇപ്പം തന്നെ ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ വന്നു, എഴുതിക്കൊണ്ട് വന്ന ഒരു കണക്കൊക്കെ വായിച്ചു. അതല്ലാതെ ആകെ കയ്യിൽ നിട്ടത് ഈ കുറ്റപ്പെടുത്തൽ മാത്രമല്ലേ. മനുഷ്യരുടെ മുഖത്ത് നോക്കി, അവരുടെ കണ്ണിൽ നോക്കി
അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ കഴിവുണ്ടോ? എന്താണ് മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? എന്നും കൊന്നും ഇതൊക്കെ തന്നെയല്ലേ? ഇന്നലെ പബ്ലിസിറ്റി കൂടിയതിനായിരുന്നു പ്രശ്നം. ചെണ്ടകൊട്ടിന്റെ ശബ്ദം കൂടിപ്പോയി. അത് നിങ്ങളെന്തോ ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ള മട്ടില് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ ചെണ്ടയെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈലന്റ് ആയിട്ട് ചെണ്ട കൊട്ടാൻ നേരത്തെ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം വരത്തില്ലായിരുന്നു. ആരവിടെ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് കസേരകൾക്ക് കേൾക്കണ്ടേന്നും പറഞ്ഞായിരുന്നു ഇന്നലത്തെ പ്രശ്നം. ഇന്ന് പബ്ലിസിറ്റി കുറഞ്ഞു പോയി എന്നും പറഞ്ഞു. എന്തുവാ ചെയ്യേണ്ട നാട്ടുകാർ? പിന്നെ പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. കൈരളി അവിടെ ഉണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ധാരാളമാണ്. അപ്പോൾ ജനവികാരവും മാധ്യമ വികാരവും മൈക്കിൻ്റെ വികാരവും ക്യാമറയുടെ വികാരവും ഉൾപ്പെടെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമല്ലോ അല്ലേ?